എൻ്റെ പുതിയ യാത്ര കേട്ടോ, ഇന്ത്യ ടു സൗദി ബൈ റോഡാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. ഞാൻ ഇപ്പോൾ യാത്ര തിരിക്കുന്നത് തിരൂരിലേക്ക് റെയിൽവേക്കാണ്. എൻ്റെ ബ്രോ ആണ് കൊണ്ടാക്കി തരുന്നത്. കണ്ടാൽ നമ്മുടെ റെയിൽവേക്ക് പോയിട്ട് അവിടുന്ന് ആദ്യം വാരണാസി കൂടെയാണ് യാത്ര തുടങ്ങുന്നത് കേട്ടോ. ഇന്നത്തെ യാത്ര നമ്മൾ കാണാൻ പോകുന്നത് വാരണാസിക്ക് എങ്ങനെ യാത്ര ചെയ്യുക, അതിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ ട്രെയിനിൻ്റെ യാത്ര ഡീറ്റെയിൽസ് അതെല്ലാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇപ്പോൾ തിരൂരിൽ നിന്നുള്ള യാത്ര നമ്മൾ കാണുന്നത് ആദ്യം 8:45 സ്പെഷ്യൽ ട്രെയിനാണ് നമ്മൾ പോകുന്നത്. മംഗലാപുരം ടു വാരണാസിയുള്ള സ്പെഷ്യൽ ട്രെയിനാട്ടോ ഇത്. ഇവിടുന്ന് ഒരാൾക്ക് ഫെയർ വരുന്നത് 10.25 രൂപയാണ്. ലഗേജൊക്കെ വെച്ച് ഞാൻ സീറ്റിൽ സെറ്റ് ചെയ്യണേ. വേറെ പ്രശ്നമുണ്ട്, ഈ കമ്പാർട്ട്മെൻറ്റിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല കേട്ടോ, എല്ലാ റിസർവേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത് പാലക്കാട് നിന്നായിരുന്നു. ഈ TTR വന്ന് സംസാരിച്ച് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടല്ലോ. ആദ്യം ഫൈൻ വേണമെന്ന് തന്നെ പിന്നെ സോൾവ് ആയിട്ടോ. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ സാധനം. പാലക്കാട് എത്തി നമ്മൾ ഈ ടൈമായപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ റെയിൽവേയിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് കാണുക. റെയിൽവേൻ്റെ തന്നെയാണ് ഇത്. കട്ട് ഫുഡൊക്കെ പാടുള്ള സംഭവമാണ്. പക്ഷേ ഇതിൽ ചില ഫ്രൂട്ട്സ് ആകെ ഡാമേജ് വന്നിരുന്നു. അതായത് ഇതിലുള്ള ഒന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ നമ്മളെ മെയിനായിട്ടുള്ള ബത്തക്കാണ്, അതായത് തണ്ണിമത്തന്, അതുപോലെ പൈനാപ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അത് ചില ഫ്രൂട്ട്സ് ആയിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷൊർണൂർ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഏരിയ കൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. നല്ല അടിപൊളി കാഴ്ചകളും ചേസിങ്ങും ഒക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഏരിയക്ക് യാത്ര ചെയ്യേണ്ടതെന്നില്ല, ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ ശ്രമിക്കട്ടോ. ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി കാഴ്ചകളും നല്ല പ്രകൃതിൻ്റെ വിഷ്വൽസും ഒക്കെ കണ്ട് കൃഷിയും അതുപോലെ മലനിരകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ ട്രെയിൻ ഫെയർ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോർമലി ഈ ഭാഗത്തുള്ള ട്രെയിൻ എല്ലാം നല്ല റഷ് ആവുട്ടോ. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുക. അപ്പോൾ ഒരാഴ്ച മുന്നേ മാത്രം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കുംഭമേള നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യുക. ആദ്യം ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ. വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചാൽ ചിക്കൻ കറിയും പത്തിരിയും ഈവനെ കഴിക്കാൻ തന്നിരുന്നു. ഞാൻ വിശന്നപ്പോൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് തട്ടി. ഈ ബാക്കി ഞാൻ പറഞ്ഞുതരട്ടാ. സംഭവം നമ്മൾ യാത്ര തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, 8:45 തിരൂരിൽ നിന്ന് യാത്ര തിരിച്ചത് 10:25 ഫെയർ വരണം കേട്ടോ. ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല, വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ മാത്രമേ ഉള്ളൂ, റിസർവേഷൻ മാത്രമേ ഉള്ളൂ, AC മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ കമ്പാർട്ട്മെൻറ്റ് ഇല്ല. യാത്ര നമ്മൾ തുടങ്ങി ഏകദേശം 56 മണിക്കൂറാണ് പറഞ്ഞിട്ട് നമ്മൾ വാരണാസി എത്താനുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ് വാരണാസി പോകുകയെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ നല്ല ഫുഡ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. നമ്മൾ സാധാരണ ഡൽഹിക്ക് പോകുമ്പോൾ ഒരുപാട് ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിൽ കാണലുണ്ട്. ഇത് അതൊന്നുമില്ല, നോർമലി ഉള്ള ഫുഡ് കാര്യങ്ങളുള്ളൂ. പിന്നെ ഉള്ളത് വെജ് ഐറ്റംസ് ആണുള്ളത്. എഗ് ബിരിയാണി മാത്രമേ ഉള്ളൂ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ. ഈ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ പാൻട്രി സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഫുഡ് കാര്യങ്ങളൊക്കെ മാക്സിമം കൊണ്ടുവരിക. ഒരു 2 ദിവസമുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ വലിയ വിഷയം ഉണ്ടാവില്ല. ഫ്രൂട്ട്സ് വാങ്ങാൻ കിട്ടും വഴിയിൽ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു ലഞ്ചൊക്കെ വാങ്ങിയത് തീരെ പോരായിരുന്നു. ലഞ്ച് കാര്യങ്ങളൊന്നും 70 രൂപയുടെ ലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കേൾക്കാമെന്നുള്ളൊരിതുള്ളൂ. ഓവർ ഹൈപ്പ് വെച്ച് ലഞ്ചിനൊന്നും വരില്ല, അത്ര ഹൈപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് മുൻകൂടി പറഞ്ഞെന്നുള്ളൂ. ഇതല്ലാതെ വേറെ ട്രെയിൻ വരുന്നത് എറണാകുളത്ത് നിന്നുള്ള ട്രെയിൻ ഉണ്ട്, എറണാകുളം ടു വാരണാസി. അതാണ് റെഗുലറി ഉള്ളത്. പക്ഷേ ഇത് സ്പെഷ്യൽ ട്രെയിൻ ആട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 2 ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് വരുന്നത് വെച്ചാൽ നല്ല തണുപ്പാണ് ഈ ഏരിയക്ക് വരുമ്പോൾ. നമ്മൾ ഏകദേശം നമ്മൾ മഹാരാഷ്ട്രയിൽ കഴിയുമ്പോൾ നല്ല തണുപ്പ് തരും. അതുകൊണ്ട് തണുപ്പുള്ള സ്വെറ്ററും കാര്യങ്ങളും ഗ്ലൗസ് എല്ലാം ഇട്ടുകൊണ്ട് പോരും. അവിടുന്ന് പാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് ഇവിടെ എത്തിയതിന് ശേഷം നല്ല റേറ്റാണ് സാധനത്തിനൊക്കെ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. പിന്നെ റൂംസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ റൂംസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. വാരണാസിയിലെ റേറ്റ് കുറവാണ്. നേരെ മറിച്ച് പ്രയാഗ്രാജ് നല്ല റേറ്റാണ്. 3 ആയിട്ട് റേറ്റാണ്. ടെൻറ്റ് സ്റ്റേക്ക് വരെ 1000-1500 രൂപ വരെ ഉണ്ട് എന്നാണ് മുന്നേ വന്ന ടീം നമ്മോട് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നതിൻ്റെ വിശദ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചു തരണ്ടേ. അപ്പോൾ നിങ്ങൾ റൂം എടുക്കുകയെന്നുണ്ടെങ്കിൽ വാരണാസി റൂം എടുത്താൽ 500 രൂപ മുതൽ 800 രൂപ, 1000, 1200 പല റേറ്റിൽ റൂം ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. booking.com അങ്ങനെ സൈഡിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അധിക സ്ഥലത്തും ഡോർമെറ്ററി അവൈലബിൾ ആട്ടോ. ഡോർമെറ്ററി 420 രൂപയൊക്കെ ഡോർമെറ്ററി ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിലാണ് ട്രെയിൻ. ഇപ്പോൾ പോണത് ആദ്യം നമ്മൾ പോകുന്നത് കുംഭമേള കാണാനാട്ടോ. ട്രെയിനിൻ്റെ ഫ്രണ്ടത്തെ പോക്കി കമ്മനം, സോറി കമ്മം, അതാണ് ഈ സ്റ്റോപ്പിൻ്റെ പേരിട്ടാ. നല്ല തണുപ്പ് മീൻസ് രാവിലെ ആയിട്ടുള്ള തണുപ്പം. ചായ അടിക്കാൻ പ്ലാനിൽ ഇറങ്ങിയിട്ടുണ്ട്, ചായ ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും സ്റ്റോപ്പിൽ നിന്ന് നോക്കാം. എന്തായാലും ഉച്ചക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ വരിക ശ്രദ്ധിച്ചോണ്ട്. ഫുഡ് വാങ്ങിക്കണേ. അണ്ട ബിരിയാണി തന്നെ എന്താ പാടാവാം, 50 രൂപ. അങ്ങനെ കുറേ ഐറ്റംസ് വരുന്ന നടക്കി. എന്തായാലും ഞാൻ ഒരു അണ്ട ബിരിയാണി വാങ്ങിയിരുന്നു. 2 കോഴിമണ ഉണ്ട്,
ചോറുണ്ട്, അച്ചാറുണ്ട്. എന്താ പാടാണ് ടേസ്റ്റ് നോക്കണ്ട. സാധാ ചോറന്നെ, കളറിട്ടാണ് ചോറ്. പിന്നെ ഈ ഏരിയക്ക് എന്തായാലും ഇങ്ങനത്തെ റൈസ് കിട്ടുക അല്ലേ. ഇപ്പൊ ലാഭം എന്ന് പറയാൻ 2 എഗ് ഉണ്ട്, അതിനുള്ളൂ. എന്തായാലും എക്കാലും ചൂടുണ്ട്. ഇന്നത്തെ ഫുഡ് ഇതാ. ഇനി വൈകുന്നേരം കിട്ടുള്ളൂ. ഇങ്ങനെ തീരുമാനം കേട്ടാ. റൂം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രയാഗ്രാജ് എടുക്കുന്നത് വാരണാസി എടുക്കണം. പ്രയാഗ്രാജ് ആദ്യം ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളും സ്നാനവും അതുപോലെ ഗംഗാരത്തെ കണ്ടതിന് ശേഷം ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റൊക്കെ ട്രെയിൻ അവൈലബിൾ ആണ്. തിരിച്ച് വാരണാസിക്കുള്ള അതിന് പോയാൽ മതി. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ എത്തിയിട്ട് 1 by 1 കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വരണ്ടി എന്നുള്ളതൊക്കെ. ചാടിക്ക് ഇറങ്ങിയതാട്ടാ. ഇല്ല, ഇന്ന് 20-ാം തീയതി, നമ്മൾ 18-ാം തീയതി ട്രെയിൻ വരിക. നല്ല തണുപ്പോടെ രാത്രിയൊക്കെ തണുത്ത് പറിച്ചിക്കണ്. തൊപ്പിയും ഷൂന്ന് ഇതൊക്കെ ഇട്ട് ഷോക്സൊക്കെ ഇട്ടിട്ടാ ചായക്കോട് കിട്ടുക. ചായക്കാരെല്ലാവരെയും തട്ടി വിളിക്കുന്നുണ്ട്. മറന്നാലും കിടന്നുറങ്ങണ ചോദിക്കുന്നത്. കാത്തിനി ജംഗ്ഷൻ 10:30 നമ്മൾ ഫ്രാഗ്രേജ് എത്തണ്ടേ. ഇപ്പോൾ സമയം 1 മണിയായി. എന്നിട്ടും ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാവരും ഇതാ നിൽക്കുകയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട്. ഉള്ളിടത്തൊക്കെ ബസ്സിന് വേണ്ടിയില്ല, ട്രെയിനിന് വേണ്ടി വൈമാറിക്കൊടുത്ത് നമ്മളെ ട്രെയിനിൽ ബൈക്കായി. എന്തായാലും 2 മണിയാകുമ്പോഴെങ്കിലും എത്തുമെന്ന് വിചാരിക്കാം. അങ്ങനെ 3:15 നമ്മൾ ട്രെയിൻ ഇവിടെ എത്തുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് എത്തണ ട്രെയിനാണ്. ഇത്രയും ലേറ്റായി ഡിലേ ആയി. ഒന്നാമത് വരുന്ന വണ്ടിക്കൊക്കെ നല്ല നമ്മൾ സ്ഥലം കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് ജാമായി നമ്മൾ. ശേഷം നമ്മളിവിടെ എത്തിയിട്ടാണ്. എന്തായാലും പുറത്തിറങ്ങണം. നല്ല തിരക്കാണ് റെയിൽവേയിലൊക്കെ. 2 കൂട്ടരും നല്ല തിരക്കുണ്ട്. ഇറങ്ങാനുള്ള ആൾക്കാർ അത്യാവശ്യമുണ്ട്, കയറാനുള്ള ആൾക്കാർ അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ് തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മൊബൈലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ചെറിയ വീഡിയോ എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ മെഡിക്കൽ സെൻറ്റർ കാര്യങ്ങളൊക്കെ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. തിരക്കിൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങനെയാണ് പോയി നമ്മൾ. ഇനി ആദ്യം ലഗേജ് എവിടെയെങ്കിലും സെറ്റാണ്. ക്ലോക്ക് റൂമിൽ ലഗേജ് വെക്കുക. അതിനുശേഷമാണ് ഈ ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത്. കാരണം ലഗേജ് തൂക്കിയാണ് നടത്തുന്നത്. പ്രായോഗികമല്ല. നല്ല വെയിറ്റുള്ള ലഗേജ് ഇട്ടാണ്. ഒരു കൊല്ലത്തേക്കുള്ള ലഗേജ് മൊത്തം ഇതിൻ്റെ ബാക്കിലുണ്ട്. അത്യാവശ്യം നല്ല ജാമാണ് ഇവിടെ. തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്നാൽ മതി. നമ്മളനുസരിച്ച് ഇങ്ങനെ ഫ്ലോയിലാണ്ട് പോകും. ഈ ലെഫ്റ്റ് സൈഡിലാണ്ട് പോയിട്ടാണ് ഇനി റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമുള്ളത്. ഞാൻ അവിടെ പോയി ലഗേജൊക്കെ വെച്ചിട്ട് ഞാൻ വരണ്ട കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് വരാം. ഈ ഗംഗയിൽ പോണതും രാത്രി കാഴ്ചകളും ആരതിയായിട്ടൊക്കെ ഞാൻ വരേണ്ടത്, കാണുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലാൻ ചേർക്കണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. മറ്റേ വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.